ശബരിമലയില ട്രീറ്റ്മെന്റിന് ചേർന്ന്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന രേണുസുതിക്ക് ക്യാൻസർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന പ്രധാന വിഷയം അതാണല്ലോ. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? പലരും പലതും പറയുന്നുണ്ട്. രേണുസുതി ആണെങ്കിൽ ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഒന്നും പങ്കുവച്ചിട്ടില്ല. രേണുസുതിക്ക് ക്യാൻസർ എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. മറ്റേ അബ്ദുൽ ബ്ലോസ് ഇല്ലേ, അവനെ അറിഞ്ഞത് ഞാൻ നേരിട്ട് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. ഇല്ല, അത് വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. വോയിസ് കേട്ട പ്രകാരം എനിക്ക് മനസ്സിലായത് ദുബായിൽ വെച്ച് ക്യാൻസർ ആണെന്നുള്ള വിവരം തിരിച്ചറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ഇനി അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വേഗം സുഖം പ്രാപിക്കട്ടെ. കാരണം ക്യാൻസർ എന്ന അസുഖം ശത്രുക്കൾക്ക് പോലും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഞാൻ രേണുസുതിയുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കി. യാതൊരുവിധ സ്റ്റോറീസും കണ്ടില്ല. സ്ഥിരം ചെയ്യുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിന്റെ ലിങ്കും അതുപോലെ തന്നെ റീൽസ് ഒക്കെ ആയിരുന്നു പുള്ളിക്കാർ പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഒരു 7-8 മണിക്കൂർ മുമ്പ് രേണുസുതി ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ആ സ്റ്റോറി വായിച്ചു നോക്കിയതും ഈ അറിഞ്ഞ വാർത്തയും തമ്മിൽ എവിടെയോ ചെറിയ ബന്ധമുള്ളതായി എനിക്ക് തോന്നി. എന്തായാലും ഞാൻ ആ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യുവോഹ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവൻ എന്നെ മരണത്തിലേക്ക് എത്തിച്ചിട്ടില്ല. ഈ സ്റ്റോറി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രേണുസുതി ജീവിതത്തിൽ കഠിനമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ മരണത്തിന്റെ വക്കിൽ എത്തിയിട്ടുമില്ല. അതായത് ചുരുക്കി പറഞ്ഞ ചെകുത്താന്റെയും കടലിന്റെ നടുക്കെന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ഈ സ്റ്റോറിയും അറിഞ്ഞ വാർത്തയും തമ്മിൽ എന്തോ ഒരു സത്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും ഇങ്ങനൊരു അവസ്ഥ ദൈവം ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.